ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ. വിശുദ്ധ അൽഫോൻസാമ്മ രചിച്ച ഓ ഈശോനാഥ എന്ന മനോഹരമായ പ്രാർത്ഥനയിലെ ഒരു വാക്യമാണിത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് ഒരുക്കമായുള്ള നൊവേനയുടെ 6ാമത്തെ ദിവസമാണെന്ന് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഈ ഒരു വാക്യമാണ്. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ. എളിമയിൽ വളരാൻ ആഗ്രഹിച്ച, എളിമയിൽ വളർന്ന വിശുദ്ധ അൽഫോൻസാമ്മയെ കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. എന്താണ് എളിമ? വിശുദ്ധ ഗ്രന്ഥത്തിൽ എളിമയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വചനമുണ്ട്. അത് ഈശോ പറഞ്ഞതല്ല, പിന്നെ ആര് പറഞ്ഞതാണ്? അത് ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയ വിശുദ്ധ സ്നാപക യോഹന്നാൻ പറഞ്ഞതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വചനം, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. സ്നേഹം നിറഞ്ഞവരെ, ഈ വചനമാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലും അനർത്ഥമായത്. വിശുദ്ധ അൽഫോൻസാമ്മ ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. ഈശോ തന്നിൽ വളരണമെന്നും താൻ കുറയണമെന്നും. എത്രത്തോളം കുറയണം? അതിനുള്ള ഉത്തരവും അവൾ തന്നെ നൽകുന്നു. അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയാകുവോളം കുറയണം. തൻ്റെ ജീവിതത്തിലൂടെ ഈശോയുടെ സ്നേഹവും കരുണയും ലോകത്തിലേക്ക് ഒഴുകുവാൻ വിശുദ്ധ അൽഫോൻസാമ്മ ആഗ്രഹിച്ചു. അതിനുവേണ്ടി സ്വയം മറന്ന് അവൾ കർത്താവിനായിട്ട് സമർപ്പിച്ചു. ഈശോയുടെ ഹൃദയത്തെ അറിയാനും സ്നേഹിക്കാനും അവൾ കൂടെ കൂടെ പരിശ്രമിച്ചു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള എളിമയുടെ 3 തലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ തലം, ഒരാൾ ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതുമൂലം ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാൻ അവൻ പരിശ്രമിക്കുന്നു. ഇതാണ് 1-ാമത്തെ തലം. ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് അവൻ്റെ ലക്ഷ്യം. എളിമയുടെ 2-ാമത്തെ തലം കുറച്ചും കൂടെ ഉയർന്നതാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറണം എന്ന് ഒരുവൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയുമെല്ലാം ത്യാഗം ചെയ്യാൻ, ത്യജിക്കാൻ ഒരുവൻ തയ്യാറാകുന്നു. ദൈവത്തിൻ്റെ ഹിതം ഒരുവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നിറവേറണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. 3-ാമത്തെ എളിമയാണ് ഏറ്റവും ഉയർന്നത്. ഇവിടെ മനുഷ്യൻ ദൈവഹിതം സ്വീകരിക്കുന്നതിൽ മാത്രം തൃപ്തനാകുന്നില്ല. അതിലുപരി ക്രിസ്തുവിനെ അനുകരിക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർന്ന് നിൽക്കാൻ, ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഒക്കെയുള്ളൊരു ആഗ്രഹം, അതിനുള്ള പരിശ്രമം ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ ഒരു തലത്തിലേക്കാണ് വിശുദ്ധ അൽഫോൻസാമ്മ വളർന്നത്. ഈ എളിമയുടെ ഈ 3-ാം തലം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലും നാം കാണുന്നുണ്ട്. ഈശോയെ പോലെ സ്നേഹിക്കാൻ, ഈശോയെ പോലെ ദരിദ്രനായി ജീവിക്കാൻ ഒക്കെ ആ വിശുദ്ധൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഒരു പങ്ക് ആ വിശുദ്ധൻ ആഗ്രഹിച്ച് വാങ്ങിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലും ഈ രീതി നമുക്ക് കാണാം. അവളുടെ അവസാന നാളുകളിൽ ഇത് കൂടുതൽ വ്യക്തമാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം സഹനങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ നിറഞ്ഞതായിരുന്നു. എന്നാൽ അതെല്ലാം അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. വേദനകളും തെറ്റിദ്ധാരണകളും ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല വിശുദ്ധ അൽഫോൻസാമ്മ അതൊക്കെ സ്വീകരിച്ചത്. മറിച്ച് ഈ സഹനങ്ങളിലൂടെയൊക്കെ ഈശോയുടെ പീഡാസഹനത്തിൽ പങ്കുചേരാൻ അവൾക്ക് സാധിക്കുന്നു എന്ന തിരിച്ചറിവാണ് അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവളെ പ്രേരിപ്പിച്ചത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ എളിമയെക്കുറിച്ച് ധ്യാനിക്കുന്ന നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാം. എൻ്റെ എളിമ ഏത് തലത്തിലാണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ മാത്രം ഞാൻ തൃപ്തയാണോ? അതോ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതിൽ മാത്രം ഞാൻ തൃപ്തയാണോ? അതോ ഒരു പടി കൂടി കടന്ന് ഈശോയെ അനുകരിക്കാൻ, ഈശോയുടെ സഹനങ്ങളിൽ ഒന്ന് പങ്കുചേരാൻ, അവിടുന്ന് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന നമുക്കൊന്ന് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ
ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ. ഈ ഒരു പ്രാർത്ഥന വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ നിറവേറിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറട്ടെ. ഈ ചിന്തകളോടെ നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നീ മാത്രമേ കനവിലുമായി നിറയുന്നൊരൻ ദൈവമേ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാഥമാക്കിടൂ, എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാഥമാക്കിടൂ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിനൊരുക്കമായ നൊവേനയുടെ 6-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഉത്തമഗീതം 1:16 നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ, അതേ സുന്ദരൻ തന്നെ. ഓ ഉന്നതമായ സൗന്ദര്യത്തിന് ഉടയവനായവനെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആനന്ദമേ, ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായവനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സൃഷ്ടാവിൻ്റെ സൗന്ദര്യം സൃഷ്ടികളിൽ പ്രതിഫലിക്കുന്നത് പോലെ ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വത്താലും ചൈതന്യത്താലും നിറഞ്ഞിരിക്കുന്നു. വിടരുന്ന ഓരോ പൂവിലും അങ്ങയുടെ സൗന്ദര്യമുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ചുണ്ടുകളിൽ വിരിയുന്ന നിർമ്മലമായ പുഞ്ചിരിയിലും അങ്ങയുടെ സൗന്ദര്യമുണ്ട്. കർത്താവേ, അതുപോലെ ഞങ്ങളിൽ ഓരോരുത്തരിലും അങ്ങയുടെ ചൈതന്യവും സൗന്ദര്യവുമെല്ലാം ഉണ്ട്. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഇത്ര അമൂല്യമായി സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിനെ ഓർത്ത് ഓരോ നിമിഷവും അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയുന്നതിനെ ഓർത്ത് ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയിലേക്ക് അടുപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതിലുമുപരി ഈശോയെ, അങ്ങ് പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് ദിവ്യകാരുണ്യമായി തീർന്നല്ലോ. ഞങ്ങളോടൊപ്പമായിരിക്കാൻ ദിവ്യകാരുണ്യമായി തീർന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ സൗന്ദര്യത്തെ വാഴ്ത്തി നമുക്കൊന്ന് ആരാധിക്കാം. ആയിരങ്ങളെക്കാൾ സുന്ദരനേ, കണ്ടതിലേറ്റം നല്ലവനേ, ആയിരങ്ങളെക്കാൾ സുന്ദരനേ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആകാശം നിൻ തിരു കൈകളിലോ, ആഴികൾ നിൻ കൈ കുമ്പിളിലോ, നീ കൺചിമ്മിയ
നീ എൻ ലഹരിയാകും. നിന്നെ നിലച്ചിരുന്നാൽ നീ എൻ നിധിയാകും. ഓ ഈശോനാഥ, അങ്ങേക്ക് അജ്ഞാതമായി ഒന്നുമില്ല. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപേ അങ്ങ് അറിയുന്നുണ്ട്. ഞാൻ എന്താണെന്ന് അങ്ങേക്ക് വ്യക്തമായി അറിയാം. അങ്ങയുടെ സന്നിധിയിൽ എന്താണോ ഞാൻ, അതാണ് ഞാൻ. ഒട്ടും കൂടുതലുമില്ല, കുറവുമില്ല. കർത്താവേ, ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്നവനെ, എൻ്റെ കുറവുകളോടും നിറവുകളോടും കൂടെ എന്നെ സ്നേഹിക്കുന്നവനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാ ചിന്തകളും വികാരങ്ങളും സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ എല്ലാ ജോലി മേഖലകളെയും നമ്മൾ നിരന്തരമായി ഇടപെടുന്ന എല്ലാ വ്യക്തികളെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഓരോരുത്തരെയും കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. അവരുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഓരോരുത്തരെയും അവിടുന്ന് അമൂല്യമായാണ് സൃഷ്ടിച്ചത്. ഒത്തിരിയേറെ കൃപകളാലും ദാനങ്ങളാലും കഴിവുകളാലും അവിടുന്ന് ഓരോരുത്തരെയും നിറച്ചിട്ടുണ്ട്. എന്നാൽ പലരും അതൊന്നും അറിയാതെ, കർത്താവിനെ അറിയാതെ, കർത്താവിന് നന്ദി പറയാതെ, അവിടുത്തെ ആരാധിക്കാതെ ജീവിച്ചു പോകുന്നു. എന്നാൽ നമുക്ക് ഈ നിമിഷം നമ്മുടെ സൃഷ്ടാവിനെ, നമ്മുടെ പരിപാലകനെ, നമുക്കെല്ലാം നൽകിയവനെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് എല്ലാം നൽകി. ഞങ്ങൾക്ക് മാതാപിതാക്കളെ നൽകി, സഹോദരങ്ങളെ നൽകി, ഞങ്ങൾ കഴിവുകൾ നൽകി, അങ്ങയുടെ കൃപകൾ നൽകി. കർത്താവേ, അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, ഏതെങ്കിലും നിമിഷങ്ങളിൽ അങ്ങേക്ക് നന്ദി പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. എപ്പോഴും അങ്ങേ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വ്യാപരിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പാടാം. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനേ, വാനവും ഭൂമിയും ചമച്ചവനേ. മഹിമയിൽ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. കർത്താവേ, ഞങ്ങൾ ഇന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ വിശുദ്ധയുടെ എളിമയെക്കുറിച്ചാണ് ഞങ്ങൾ ധ്യാനിച്ചത്. അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയാകുവാൻ ആഗ്രഹിച്ച വിശുദ്ധ അൽഫോൻസാമ
കർത്താവേ, ഈ വിശുദ്ധയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം ഈ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ അറിയാതെ തന്നെ ഞങ്ങൾ അങ്ങിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഒരു പടി കൂടി അങ്ങയിലേക്ക് ഞങ്ങൾ വളർന്നു എന്ന് തോന്നുന്നു. കർത്താവേ, വിശുദ്ധ അൽഫോൻസാമയെ പോലെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, ആ ഹൃദയത്തോടൊത്ത് ചേർന്ന് ജീവിക്കുവാൻ, ആ ഹൃദയത്തിന് ആനന്ദം പകരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന വചനം തന്നിൽ ഫലം ചൂടാൻ വിശുദ്ധ അൽഫോൻസാമ നടത്തിയ പ്രയത്നങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ്. ഈശോയെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ വേദനിപ്പിക്കാതെ ജീവിക്കുന്നതിനും അതിനായി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതും എളിമയുടെ ഒരു തലമാണ് ഞങ്ങൾ അറിയുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളും എളിമയുടെ മറ്റൊരു തലമാണ് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അതിനേക്കാളേറെ വിശുദ്ധ ഫ്രാൻസിസിലും വിശുദ്ധ അൽഫോൻസാമയിലും വിളങ്ങിയിരുന്ന ആ എളിമയുടെ തലമില്ലേ ഈശോയെ, ആ തലത്തിലേക്ക് ഞങ്ങൾ ഉയരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അങ്ങയെ അനുകരിക്കാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങയുടെ സഹനങ്ങളോട് ചേർന്ന് നിൽക്കാൻ, അതിലൊരു പങ്ക് ലഭിക്കാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങ് സ്നേഹിക്കുന്നത് പോലെ ത്യാഗത്തോടെ സ്നേഹിക്കാൻ അവൾ ആഗ്രഹിച്ചു. കർത്താവേ, ആ ഒരു എളിമയുടെ തലത്തിലേക്ക് ഞങ്ങളെയും ഒന്ന് കൈപിടിച്ചുയർത്തണമേ. ഈശോനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയാകുവോളം എളിമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ അൽഫോൻസാമയെ പോലെ ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയാകുവാൻ. കർത്താവേ, അതത്ര എളുപ്പമാണ് ഞങ്ങൾക്കറിയാം, എളുപ്പമല്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞങ്ങൾക്കത് സാധിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. എൻ്റെ എളിമയുടെ തലം എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണോ? അതോ രണ്ടാമത്തെ തലത്തിലേക്ക് ഇറങ്ങി ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ വേണം എന്ന ആഗ്രഹത്തോടെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന, ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണോ? അതോ അതിനേക്കാളേറെ കർത്താവിനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന, അവിടുത്തെ സഹനത്തിനൊരു പങ്ക് ആഗ്രഹിക്കുന്ന, അവിടുത്തെ ഹൃദയം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, ആ ആഗ്രഹത്തോട് പ്രത്യർത്തിക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണോ? അതിനായി എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം വേണ്ടത് ആഗ്രഹമാണ്. കൃപ അതിൻ്റെ പുറകെ വരുമെന്ന് നമുക്കറിയാം. നമുക്കൊന്ന് ആഗ്രഹിക്കാം. വിശുദ്ധ അൽഫോൻസാമയിൽ വിളങ്ങിയിരുന്ന ആ എളിമയുടെ തലത്തിലേക്കൊന്ന് ഉയരാൻ. സങ്കീർത്തനം 51 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അതെ, അചഞ്ചലമായ ഒരു നവചൈതന്യം നമ്മളിൽ ഓരോരുത്തരിലും നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്കൊരു നിമിഷം അവിടുത്തെ സന്നദ്ധിയിലായിരുന്നു കൊണ്ട് ഈ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ. നീരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ നാഥ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ, എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ. നീരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ ദേവാ. ഈശോയെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ട എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രത്യേകമായി വിശുദ്ധ അൽഫോൻസാമയിൽ വിളങ്ങിയിരുന്ന ആ എളിമയുടെ തലത്തിലേക്ക് ഉയരാൻ ഞങ്ങൾ നിക്ഷേപിച്ച കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ അൽഫോൻസാമ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. സ്നേഹനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയാകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ. കർത്താവേ, വിശുദ്ധ അൽഫോൻസാമയുടെ പ്രാർത്ഥന അങ്ങ് കേട്ടു. അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയായി അവൾ മാറി. എന്നാൽ ആ തീപ്പൊരി ഇന്ന് ലോകമൊക്കെയും ഉള്ള മനുഷ്യഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളും ഒരു തീപ്പൊരിയായി മാറുവാൻ അങ്ങ് അനുവദിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലൂടെയും അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹാഗ്നി ജ്വലിച്ച് കത്തിപ്പടരട്ടെ. അങ്ങനെ ലോകം മുഴുവനും അങ്ങയുടെ സ്നേഹത്താൽ നിറയട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ. നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ
നന്ദി